സ്നേഹരാഗം ഭാഗം 25. എനിക്കും മതിയായി, ഞാനും ഇത് അവസാനിപ്പിക്കുകയാണ്. കാരണം കിട്ടാൻ കാത്തിരുന്നത് പോലെയായിരുന്നു അർജുൻ. നിങ്ങൾ കണ്ടെത്തിയതാണല്ലോ അവളെ, എന്നിട്ടും ഇങ്ങനെയായില്ലേ? ഇനി എന്തായാലും ഇത് മുന്നോട്ടു പോകില്ല. നീ എന്തൊക്കെയായി പറയുന്നത് അർജുന്? ചന്ദ്രൻ ചോദിച്ചു. നീ അങ്ങനെ അവളെ വേണ്ടെന്ന് വെച്ചാലോ? നിങ്ങൾക്ക് ഒത്തൊരുമിച്ച് പോയിക്കൂടെ? ചന്ദ്രൻ വീണ്ടും പറഞ്ഞു. നീ തമാശ പറയുകയാണോ അർജുന്? ചന്ദ്രന് വീണ്ടും ചോദിക്കേണ്ടി വന്നു. തമാശയൊന്നുമല്ല അച്ഛ, ഞാൻ അന്നേ പറഞ്ഞില്ലേ എനിക്കവളെ വേണ്ട എന്ന്. അർജുൻ കൂസലില്ലാതെ പറഞ്ഞു. പിന്നെ നിനക്ക് ആരെയാ വേണ്ടത്? വല്ലവന്റെ ഭാര്യയെയും കൊച്ചിനെയുമാണോ? ചോദിക്കുമ്പോൾ ചന്ദ്രന്റെ മുഖം വിറച്ചിരുന്നു. കോപത്താൽ ആ മുഖം ചുവന്നുപോയി. അത് കേട്ടതും പ്രഭാവതിക്ക് ആദിയായി. അതൊക്കെ വേണ്ടെന്ന് വെച്ചല്ലേ അവൻ വേറെ വിവാഹം കഴിച്ചത്? പ്രഭാവതി രോഷത്തിൽ പറഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയെ തെറ്റുകാരിയാക്കുമ്പോൾ നിന്റെ ഈ രോഷമൊന്നും ഞാൻ കണ്ടില്ലല്ലോ, ചന്ദ്രൻ വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. അതിന് അവനെ എന്തിനാ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? അവൻ എല്ലാം മറന്ന് മറ്റൊരു ജീവിതത്തിന് തയ്യാറായതല്ലേ? പ്രഭാവതി അർജുനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് മറന്നൂന്ന്? ഇവൻ ഒന്നും മറന്നിട്ടില്ല, ഒന്നും അവസാനിപ്പിച്ചിട്ടുമില്ല, ഇനി ഒന്നും അവസാനിപ്പിക്കുകയുമില്ല. ഇത്രയും നാളും എല്ലാവരെയും ഇവൻ വിഡ്ഢികളാക്കുകയായിരുന്നു, ചന്ദ്രൻ കിതപ്പോടെ പറഞ്ഞു നിർത്തി. അച്ഛൻ വെറുതെ കാര്യമറിയാതെ സംസാരിക്കാൻ നിൽക്കരുത്. ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ പിന്നെ ഡിവോഴ്സിനധികം കാലതാമസമുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ അതുപോലെ മുന്നോട്ടു പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം, അർജുൻ ഉറപ്പിച്ചു പറഞ്ഞു. അവന് എല്ലാവരോടും ഒരു ദേഷ്യമുള്ളതുപോലെയാണ് അവൻ സംസാരിച്ചത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടോ? ചന്ദ്രൻ ചോദിച്ചു. അയാളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം നോക്കി നിങ്ങൾ കാണിച്ചു തന്ന പെണ്ണിനെ കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടായത്. ഇനിയുള്ള എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചു കൊള്ളാം. അവൻ്റെ സ്വരത്തിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെയുള്ള ഒരു ധ്വനിയുണ്ടായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പേടിയില്ല, ആരെയും വകവയ്ക്കുകയുമില്ല. ഞാൻ കീർത്തനയെ വിവാഹം കഴിക്കും എന്നും പറഞ്ഞ് അർജുൻ എഴുന്നേറ്റു പോയി. അവൻ പോയതും പ്രഭാവതി തലയിൽ കൈവച്ച് ഇരുന്നു പോയി. അർജുൻ പോയതിന് പിന്നാലെ തന്നെ വിവേക് എഴുന്നേറ്റു. ഏട്ടൻ ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവില്ല, ഏട്ടത്തിയെ വിളിച്ചു കൊണ്ടുവരികയാണ് വേണ്ടത്. എന്തായാലും ഞാൻ ഒന്നുകൂടി സംസാരിക്കട്ടെ. അവൻ അർജുൻ്റെ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ട് അർജുൻ വന്ന് വാതിൽ തുറന്നു. അമ്മയെയാണ് അവൻ പ്രതീക്ഷിച്ചത്. നോക്കുമ്പോൾ വിവേക് മുന്നിൽ നിൽക്കുന്നു. എന്താടാ, എന്തിനാ വാതിൽ തട്ടിയത്? അർജുൻ ചോദിച്ചു. ഒന്നുമില്ല, ഏട്ടനെ ഒന്ന് കാണാൻ എന്ന് പറഞ്ഞ് വിവേക് അകത്തേക്ക് കയറിയപ്പോൾ അവന് തന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് അർജുന് തോന്നി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു. എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കിത്തിരി തിരക്കുണ്ടായിരുന്നു. ചുവരിൽ ചാരി അവൻ വിവേകിനെ നോക്കി. ഏട്ടൻ എന്താ ഇത്ര തിരക്ക്? വിവേക് ചോദിച്ചു. ഒന്ന് പുറത്തു പോണം, ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്, അർജുൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ അത്രയധികം സുഹൃത്തുക്കൾ ഏട്ടനുണ്ടോ? ആരെയാണ് ഏട്ടന് കാണാൻ പോകേണ്ടത്? വിവേക് വീണ്ടും ചോദിച്ചു. നീ എങ്ങോട്ട് പോകുന്നു എന്നും എന്തു ചെയ്യുന്നു എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ലല്ലോ. നീ വന്ന കാര്യം പറഞ്ഞിട്ടു പോ. നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ, വിവേകിനോട് അവൻ പറഞ്ഞു. പിന്നെ നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അന്വേഷിക്കാൻ വരുന്നത്? അവൻ ചോദിച്ചു. ഏട്ടൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്, അവൻ കൂസലില്ലാതെ പറഞ്ഞു. ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അവൻ അങ്ങോട്ട് ചോദിച്ചു. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ദേ ഏട്ടാ, തന്നിഷ്ടത്തിന് എന്തും ചെയ്യാന്ന് വിചാരിക്കരുത്. കീർത്തനയെ മറക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നന്ദേട്ടത്തിയെ എന്തിനാണ് വിവാഹം കഴിച്ചത്? വിവാഹം കഴിപ്പിക്കാൻ ഇവിടെ എല്ലാവർക്കും ധൃതിയായിരുന്നല്ലോ. കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി കെട്ടിയതാ, അർജുൻ പറഞ്ഞു. സമാധാനം നിങ്ങൾക്ക് മാത്രം മതിയോ? കലിയോടെ വിവേക് ചോദിച്ചു. എന്താ നിന്റെ ഉദ്ദേശം? നീ എണീറ്റ് പോകുന്നുണ്ടോ? ഈർഷ്യയിൽ അർജുൻ പറഞ്ഞു. ആ കീർത്തനയെ മറക്കാൻ പറ്റില്ലെങ്കിൽ ഏട്ടത്തിയെ കൂടെ കൂട്ടണമായിരുന്നോ? ഇതിപ്പോ വെറുതെ ആ പാവത്തിന്റെ ജീവിതം കൂടി നശിപ്പിച്ചില്ലേ? വിവേകിന്റെ ദേഷ്യം കെട്ടടങ്ങിയില്ല. എനിക്ക് കീർത്തനയെ ഇഷ്ടമുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ ഞാനാണോ അവളുടെ ജീവിതം നശിപ്പിച്ചത്? ഈ പറഞ്ഞത് ശരിയാണോ? അവളുടെ ജീവിതം ഇങ്ങനെ ആയതിൽ ഞാൻ ഉത്തരവാദിയല്ല, ഈ വീട്ടിലെ എല്ലാവരുമാണ്.
ഇനിയിപ്പോ എല്ലാവരുടെയും തലയിൽ കുറ്റം കെട്ടിവെച്ചാൽ ഏട്ടന് രക്ഷപ്പെടാമെന്നായിരിക്കും. ഏട്ടത്തിയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവരോട് എന്തിനാണ് ഓരോ ക്രൂരത കാണിച്ചത്? കാമുകിയോ ഓർത്ത് അവളോടൊപ്പം കഴിഞ്ഞാൽ പോരായിരുന്നോ? വിവേക് കലിയിൽ ചോദിച്ചു. ഞാൻ നന്ദനയെ ഒരിക്കലും മനസ്സിലോർത്ത് നടന്നിട്ട് പോലുമില്ല. എൻ്റെ മനസ്സ് മുഴുവൻ കീർത്തനയായിരുന്നു, അവൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ ഏട്ടത്തിയെ ഫിസിക്കലി ഉപയോഗിച്ചത്? ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുമോ? വിവേക് സംശയത്തിൽ ചോദിച്ചു. ഒരാളോട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടത്തണമെങ്കിൽ അവളെ സ്നേഹിക്കണമെന്നുണ്ടോ? അവനത് പറയുമ്പോൾ വിവേക് അവനെ വെറുപ്പോടെ നോക്കി. താൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല അർജുനേട്ടൻ എന്നവന് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ തന്നെ നന്ദനയ്ക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. എന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾക്കാകുമായിരുന്നെങ്കിൽ അങ്ങനെ തുടരാമായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയത് അവൾ കാരണമാണ്. അവൾ ഒരേ സമയം എൻ്റെ ഭാര്യയും മറ്റൊരാളുടെ കാമുകിയുമാകുന്നത് ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. അർജുൻ പറഞ്ഞപ്പോൾ വിവേകിന് ചിരിയാണ് വന്നത്. ഏട്ടന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലേ? പുച്ഛം നിറഞ്ഞ ഭാവത്തിൽ അവൻ പറഞ്ഞു. ഏട്ടന് വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണുമായി അവിഹിതമാകാമെങ്കിൽ ഏട്ടത്തിയും അത് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അവൻ ചോദിച്ചു. മോനെ ദീപു, നീ നന്ദുവിൻ്റെ അച്ഛനൊന്നുമല്ലല്ലോ. എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ കീർത്തന ഇപ്പോൾ ആരുടെയും ഭാര്യയല്ല. അവളുടെ ഭർത്താവ് വിദേശത്തായിരുന്നു. ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ വിവരം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവൾക്കൊരു മോളുണ്ട്. അവളെ ഞാൻ എൻ്റെ മോളായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഏട്ടൻ്റെ തീരുമാനമെങ്കിൽ നേരത്തെ ആകാമായിരുന്നില്ലേ? അവൻ ചോദിച്ചു. അച്ഛനും അമ്മയും കീർത്തനയുടെ ബന്ധം എതിർത്തപ്പോൾ, അമ്മ ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് പതറിപ്പോയി. വിവാഹശേഷം നന്ദുവിനെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. പക്ഷേ കീർത്തനയെപ്പോലെ അവളെ സ്നേഹിക്കാൻ എനിക്കാകുന്നില്ല, അവൻ പറഞ്ഞു നിർത്തി. കീർത്തനയുടെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ കൂടി എനിക്കാവില്ല. അവൾ കൂടെയുണ്ടെങ്കിലേ എൻ്റെ ജീവിതം പൂർത്തിയാകൂ. നന്ദു തന്നെ ഡൈവോഴ്സുമായി മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ, അർജുൻ തെല്ലും വിഷമമില്ലാതെ പറഞ്ഞു. നീ ചെല്ല്, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നും പറഞ്ഞ് അർജുൻ അലമാരിയുടെ അടുത്തേക്ക് പോയപ്പോൾ വിവേക് പുറത്ത് കടന്നു. പുറത്ത് എല്ലാം കേട്ടുകൊണ്ട് വാതിലിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്മ എന്ന് കണ്ടപ്പോൾ വിവേക് ഒന്ന് പുഞ്ചിരിച്ചു. മോൻ പറഞ്ഞതെല്ലാം കേട്ട് സന്തോഷമായില്ലേ? അമ്മയും മോളും കൂടി ഓരോന്നുണ്ടാക്കി ഏട്ടത്തിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ. അമ്മയ്ക്കും മോൾക്കും സമാധാനമായില്ലേ? ഏട്ടൻ ഏട്ടത്തിയെ എറണാകുളത്തിന് കൊണ്ടുപോവാൻ റെഡിയായി നിൽക്കുകയായിരുന്നു. ഏട്ടൻ നന്ദേട്ടത്തിയെ കൊണ്ടുപോയിരുന്നെങ്കിൽ അവരെ ഏട്ടന് മനസ്സിലാകുമായിരുന്നു. ചിലപ്പോൾ ഏട്ടത്തിയെ സ്നേഹിക്കാനും കഴിഞ്ഞേനെ. ഇനിയിപ്പോൾ കീർത്തനയെ ഏറ്റെടുക്കാനുള്ള എല്ലാ വഴികളും അമ്മയും മോളും നടത്തിക്കൊടുത്തു. ഇനി വരുന്നതൊക്കെ അങ്ങ് അനുഭവിച്ചോ? അവൻ്റെ ദേഷ്യം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞത് കേട്ട് പ്രഭാവതി തലകുനിച്ച് നിന്നുപോയി. നന്ദന ധൃതിയിൽ കുളിച്ച് ഒരുങ്ങുകയാണ്. ഇന്നലെ 5 വിളിച്ചിരുന്നു. ഇന്നാണ് സെന്ററിൽ ചെന്ന് റീജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ദിവസം. മാധവൻ സാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ എന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. അവൾ ചായ കുടിക്കാനായി ഹാളിലെത്തി. നീതുമോളും റെഡിയായി വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അനിതയുടെ മുഖത്ത് കാര്യമായ തെളിച്ചമൊന്നുമില്ല. താൻ അർജുനേട്ടൻ്റെ വീട്ടിൽ നിന്നും പോന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. താൻ ഇവിടെ ഇങ്ങനെ നിന്നാൽ നീതുമോൾക്ക് നല്ലൊരു ബന്ധം വരില്ലെന്നാണ് അമ്മയുടെ മനസ്സിൽ. അവളെ എങ്ങനെയെങ്കിലും നന്നായി കെട്ടിച്ചയക്കണം എന്നാണ് അനിത എപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ടുകൂടിയാണ് നന്ദന അവിടെ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പറഞ്ഞതൊക്കെ മതിയായില്ലേ? ഇനിയുമുണ്ടോ വേറെ പറയാൻ? അനിത ചോദിച്ചു. തന്നിഷ്ടത്തിന് എന്തുമാകാമല്ലോ, അനിത കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നും മാറി നിന്നാലോ എന്നാണ് ആലോചിക്കുന്നത്, അവൾ പറഞ്ഞു തുടങ്ങി. ചേച്ചി എന്തായി പറയുന്നത്? നീതുമോൾ ആകാംക്ഷ മറച്ചുവെച്ചില്ല. ഇനിയും നീ എന്നെ തീറ്റിക്കാനാണോ പുറപ്പാട്? അനിത ദേഷ്യം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാനൊരു വുമൺ ഹോസ്റ്റലിലേക്ക് മാറാമെന്നാണ് വിചാരിക്കുന്നത്. സെന്ററിൽ നിന്നും കുറച്ചു മാറി ഒരു ഹോസ്റ്റലുണ്ട് താനും. ഇന്ന് വൈകുന്നേരം അവിടെ ഒന്ന് പോയി നോക്കണം, അവൾ പറഞ്ഞു. എന്തിനാ ഇത്ര തിരക്കിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്? അനിത ചോദിച്ചു. നിനക്കിവിടെ അതിന് മാത്രം എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? അനിത പറഞ്ഞു. ചേച്ചി ഇങ്ങനെയൊന്നും പറയരുത്, സങ്കടത്തിൽ നീതുമോൾ പറഞ്ഞു.
ചേച്ചി എൻ്റെ ഭാവിയെ ഉദ്ദേശിച്ചാണ് ഇവിടെ നിന്നും പോകുന്നതെങ്കിൽ അത് വേണ്ട. ചേച്ചിയെ ഇവിടെ നിന്നും പറഞ്ഞയച്ച് എനിക്കൊരു നല്ല ഭാവി വേണ്ട. നീതുമോൾ ശരിക്കും കരച്ചിൽ വന്നു. അതൊന്നുമല്ല മോളെ, ഇവിടെ നിന്ന് മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ തീരുമാനത്തെ എതിർക്കരുത്. എനിക്ക് ഇങ്ങനെ തീരുമാനിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്, നന്ദന പറഞ്ഞു. നേരം വൈകി. അവൾ കൈകഴുകാനായി എണീറ്റു. നീതുവും അവളുടെ പിന്നാലെ എഴുന്നേറ്റു. അനിത നന്ദന പറഞ്ഞ കാര്യവും ആലോചിച്ചിരുന്നു പോയി. നന്ദന റെഡിയായി പുറത്തിറങ്ങി. അപ്പോഴേക്കും നീതുവും റെഡിയായി ഉമ്മറത്തെത്തി. രണ്ടുപേരും ഒരുമിച്ചാണ് പോകാനിറങ്ങിയത്. അവളുടെ സ്കൂട്ടി അവൾ മേപ്പാട് തന്നെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബസ്സിലാണ് അവൾ സെന്ററിൽ പോകുന്നത്. എന്തായാലും തനിക്ക് സ്വന്തമായൊരു സ്കൂട്ടി വാങ്ങണം എന്നവൾ തീരുമാനിച്ചു. ചേച്ചി രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? ശരിക്കും ചേച്ചി ഹോസ്റ്റലിൽ പോകുന്നുണ്ടോ? അവൾ ചോദിച്ചു. അതേ മോളെ, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്നതിന്. അമ്മയുടെ സ്വഭാവം നമുക്കറിയാലോ. പിന്നെന്താ, ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്, നന്ദന പറഞ്ഞു. നീ അത് മനസ്സിലാക്കണം. അവർ ഓരോന്നും പറഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തി. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും ബസ് എത്തി. നന്ദന അതിൽ കയറി. നീതുവിൻ്റെ ബസ് എത്തുന്നേയുള്ളൂ. അവൾ ബസ്സിറങ്ങി സെന്ററിലേക്ക് നടന്നു. താഴത്തു തന്നെ അഞ്ജുവിനെയും രേഷ്മയെയും കണ്ടതിനാൽ അവൾ അവരോടൊപ്പം കയറിപ്പോയി. സൈൻ ചെയ്യാനായി അവർ പ്രകാശിൻ്റെ ക്യാബിനിലേക്ക് പോയി. അവൻ എത്തിയിരുന്നില്ല. മൂവരും സൈൻ ചെയ്തിറങ്ങി. സ്റ്റാഫ് റൂമിൽ ബാഗ് വെച്ച് അവർ ലാബിലേക്ക് പോന്നു. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. 9:30 ക്ലാസ് തുടങ്ങാനുള്ള ബെൽ മുഴങ്ങി. പിന്നീട് ക്ലാസ് കഴിയുന്നതുവരെ തന്നെ അലട്ടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അവൾ ഓർത്തതേയില്ല. ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ രാജിനിയും കൂടെ കൂടി. ഇന്ന് സ്കൂട്ടി എടുത്തില്ലേ? നന്ദനയോടായി രാജിനി തിരക്കി. ഇല്ല, അവൾ പറഞ്ഞു. ഞാനൊരു കാര്യം രാവിലെ തന്നെ പറയണമെന്ന് കരുതിയതാ. എന്താണത്? അവൾ ആകാംക്ഷപൂർവ്വം ചോദിച്ചു. ബസ് സ്റ്റോപ്പിലേക്ക് ഒരുമിച്ച് നടക്കുകയായിരുന്നു രണ്ടുപേരും. എന്തേ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൾ രാജിനിയോട് തിരക്കി. അത് പിന്നെ നമ്മുടെ മാധവൻ സാർ വരുന്നുണ്ടെന്ന്. ആക്സിഡന്റിനു ശേഷം പറ്റിയതല്ല മാറിയിട്ടുണ്ടത്രേ, ഇന്നലെ പ്രകാശ് സാർ പറഞ്ഞു. അത് കേട്ടപ്പോൾ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് പുതുമഴ പെയ്ത പ്രതീതിയായിരുന്നു നന്ദനയ്ക്ക്. എത്രയും പെട്ടെന്ന് സാർ മടങ്ങി വരണമെന്ന പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് അവൾ മനസ്സിലോർത്തു. അവൾ ബസ് കാത്തു നിൽക്കുമ്പോൾ ഓരോ ഓർമ്മകൾ അവളിൽ വന്ന് കുമിഞ്ഞുകൂടി. അർജുൻ എത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. 1-2 പ്രാവശ്യം കോളിംഗ് ബെൽ മുഴക്കിയിട്ടും പ്രഭാവതി വന്ന് വാതിൽ തുറന്നില്ല. വീണ്ടും കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ വന്ന് വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ പ്രഭാവതിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവർക്കിപ്പോൾ എണീക്കാൻ പറഞ്ഞാൽ നല്ല ദേഷ്യവും മടിയുമാണ്. അതിനിടയിൽ ഇത്രയും നേരം വൈകി വന്നതുകൂടി കണ്ടപ്പോൾ പ്രഭാവതിക്ക് ശരിക്കും ദേഷ്യം പിടിച്ചാൽ കിട്ടാതെയായി. പ്രഭാവതി വന്ന് അർജുനോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാവൂ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് കഥ ഇനിയും തുടരും.